സോ നമുക്ക് അറിയാം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സെഷനാണ് ഇന്ന് നമുക്ക് വന്നെത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾ അഡ്മിഷൻസ് എല്ലാം എടുത്ത് നിങ്ങൾ ആ ഫസ്റ്റ് ടൈം തൊട്ടിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും നിങ്ങൾക്ക് ഓറിയന്റേഷൻ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ഓറിയന്റേഷൻ സെഷൻസ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ 2-3 ദിവസമായിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടാവും. ഓറിയന്റേഷൻ സെഷന്റെ പോസ്റ്റേഴ്സ് ആയിട്ട് മെസ്സേജ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻസ് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓറിയന്റേഷൻ 8.0 ആണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് 8.0 എന്നുള്ളൊരു വന്നിട്ടുണ്ടാവുക എന്നുള്ളത്, അല്ലെ? 8.0 എന്ന് പറയുന്നത് നമ്മൾ ലേൺവൈസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ 8th എഡിഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. വെരി ഹാപ്പി ടു സേ ദാറ്റ് ഓൾസോ, ബിക്കോസ് നമ്മൾ ഒത്തിരി ഓറിയന്റേഷൻസ് കടന്നു വന്ന് നമ്മൾ 8ാമത്തെ ഓറിയന്റേഷൻ സെഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് BA സോഷ്യോളജി ആൻഡ് MA സോഷ്യോളജിയുടെ ലേണേഴ്സ് ആണ്. അപ്പോൾ ജൂലൈ 2024 ലേണേഴ്സ് ആണ്, ഫസ്റ്റ് ഇയർ ലേണേഴ്സ് ആണ് നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഒഫീഷ്യലി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എല്ലാവരെയും ലേൺവൈസ് ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ എല്ലാവരെയും നമ്മുടെ ലേൺവൈസ് എന്ന് പറഞ്ഞൊരു ഫാമിലിയിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ നമ്മുടെ ലേൺവൈസിന്റെ ഓറിയന്റേഷൻ തീം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ തീം എന്ന് പറയുന്നത് ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ തീം വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടായിരിക്കാം ലേൺവൈസ് ഈ പ്രാവശ്യം ഇങ്ങനൊരു തീം, അതായത് ഡിസ്കവർ, ലേൺ, അച്ചീവ് എന്നുള്ളൊരു 3 വാക്കുകളുള്ള ഒരു തീം ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം, ദാറ്റ് ഈസ് ഡിസ്കവർ, അല്ലെ? നമുക്കറിയാം നമ്മൾ ഒരു നോളജ് എന്ന് പറയുന്ന ഒരു വലിയ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ലാണ്. അതായത് അറിവിന്റെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എല്ലാവരും ഇന്ന് തൊട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ലേൺവൈസ് എന്ന് പറയുന്നതിൽ ലേൺവൈസിന്റെയും അതുപോലെ തന്നെ ഇഗ്നോയുടെയും ഒത്തിരി റിസോഴ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ലേൺവൈസിന്റെ ഒത്തിരി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഈ കിട്ടുന്നതിലൂടെ കൂടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സോഷ്യോളജി, BA സോഷ്യോളജി, MA സോഷ്യോളജിയുടെ സബ്ജക്ട് ഡിസ്കവർ ചെയ്യാൻ മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ ലേൺവൈസ് പ്ലാറ്റ്ഫോമിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ പാഷൻ, അതായത് നിങ്ങളുടെ സ്വപ്നം, അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽസും ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഗോളായിട്ട് വരുന്നത്. സോ നമുക്ക് അറിയുന്ന പോലെ എല്ലാ ജേർണിയും ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പോട് കൂടെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് നമ്മൾ ഇന്ന് ഈ വർഷത്തെ നമ്മുടെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡിസ്കവർ യുവർ പാത്ത്, അതായത് നമ്മുടെ പാത്ത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കവർ ചെയ്യാൻ, നോട്ട് ജസ്റ്റ് ഓൺലി സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്ട് നോളജ് മാത്രമല്ല നിങ്ങളുടെ പാഷനും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽസും. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വേർഡ് ആണ് നമ്മുടെ ഓറിയന്റേഷന്റെ തീമിന്റെ ലേൺ എന്ന് പറയുന്നത്. സോ ലേൺ മീൻസ് ലേൺ വിത്തൗട്ട് ലിമിറ്റ്സ്. നമുക്കറിയാം നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു ലിമിറ്റ്സ് ഇല്ല എന്നുള്ളത്, അല്ലെ? അത് ഏത് ഏജ് ആയിക്കോട്ടെ, ഏത് ടൈം ആയിക്കോട്ടെ, നിങ്ങളിപ്പോ ബാച്ച്മേറ്റ്സിനൊക്കെ നമ്മൾ പരിചയപ്പെടും. അപ്പൊ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നവരും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ഈ ബാച്ച്മേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരിക്കലും ഒരു ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ എ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ജേർണി കൂടിയാണ്. നമുക്കറിയാം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തൊട്ട് ആദ്യമായിട്ട് പറയുന്ന തൊട്ട് ടിൽ നമ്മളുടെ ഡെത്ത് വരെ നമ്മൾക്ക് ഒരു നടക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും ലേൺ വിത്തൗട്ട് എനി ലിമിറ്റ്സ്. ഒരിക്കലും നമ്മളുടെ ഒരു ലിമിറ്റ്സുകളും നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്ന് നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നതാവരുത്. സോ ലേൺ വിത്തൗട്ട് ലിമിറ്റ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ലേൺവൈസ് പ്ലാറ്റ്ഫോമിന്റെ കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ്ലി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ ലെസൺസ് ആയിക്കോട്ടെ എല്ലാം നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ അത് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ദ തേർഡ് വേർഡ് ദാറ്റ് ഇസ് അച്ചീവ്. നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലറൈസ് ആയിട്ടുള്ള വേർഡാണ്. ദാറ്റ് ഇസ് അച്ചീവ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് നിങ്ങളൊരു പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഒരു കരിയറിന്റെ ഒരു പുതിയ ജേർണിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഡ്രീംസും ഒത്തിരി എന്താ പറയാ ഗോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഈ അക്കാഡമിക് ജേർണി എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ഓർക്കാം, നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് നിങ്ങൾ ക്ലോസർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ കാലെടുത്ത് വെക്കുന്ന സമയത്തും നമ്മുടെ ഈ അക്കാഡമിക് ജേർണി ചിലപ്പോൾ 2 ഇയർ പ്രോഗ്രാം ആയിരിക്കാം. MA സോഷ്യോളജി ആണെങ്കിൽ 2 ഇയർ പ്രോഗ്രാം ആണ്. BA സോഷ്യോളജി ആണെങ്കിൽ 3 ഇയർ പ്രോഗ്രാം ആണ്. നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും
അതായത് നമ്മൾ എടുക്കുന്ന ഓരോ അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, ഓരോ ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾക്ക് ഡിഗ്രി കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറെ ലിമിറ്റേഷൻസും ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങളുടെ ആ ഡ്രീമിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണമായി തീരരുത്. എപ്പോഴും ബിലീവ് ഇൻ യുവർ എബിലിറ്റി ടു സക്സീഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഓറിയന്റേഷന്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു നിങ്ങളുടെ തീം എന്താന്നുള്ളതിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. നമ്മൾക്ക് ഓറിയന്റേഷന് ഓൾമോസ്റ്റ് 10 സെഷൻസോളം നിങ്ങൾക്ക് ഉണ്ടാവും ഓറിയന്റേഷന്റെ പാർട്ടായിട്ട്. അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷന് ശേഷം ഞാൻ ഈ പറയുന്ന മൂന്ന് നമ്മുടെ തീമിന്റെ ബേസിസിൽ ഇതെല്ലാം കവറപ്പ് ചെയ്യുന്നത് പോലെയായിരിക്കും നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിലേക്ക് പോകുന്നുണ്ടാവുക. സിലബസ് ഡിക്കോഡിംഗ് സെഷൻസ് ആയിട്ടും ഇഗ്നോയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നമ്മളുടെ എല്ലാ ഇതിലും, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് BA സോഷ്യോളജി, MA സോഷ്യോളജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ റിസോഴ്സസ്, എന്തൊക്കെ സപ്പോർട്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 10ഓളം സെഷൻസിന് ആയിരിക്കും നമ്മുടെ ഈ ഓറിയന്റേഷൻ കടന്നു പോകുന്നുണ്ടാവാം. അതിന്റെ ഫൈനൽ സെഷനിൽ നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളെല്ലാം ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. സോ വൺസ് അഗെയിൻ എല്ലാവരെയും ലേൺവൈസ് ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് അക്കാഡമിക് ജേർണി ഓൾസോ. എല്ലാത്തിലും എപ്പോഴും നിങ്ങളുടെ കൂടെ ലേൺവൈസ് ടീം മെമ്പേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സി ഹെലോ ടു ആണ്. നമ്മുടെ സെഷന്റെ ഇന്നത്തെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കുറിച്ച് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഓറിയന്റേഷന്റെ സെഷൻസിന്റെ ഫസ്റ്റ് സെഷനിൽ നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ പരിചയപ്പെടുക, നിങ്ങളെയൊക്കെ ഒന്ന് കാണുക, ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും 1 to 1 നിങ്ങളുടെ മെന്റേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരും നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ബാച്ച് മേറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവും അവരെ കൂടുതൽ പരിചയപ്പെടാനും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കൂടി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ലേൺവൈസിന്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോഷ്യോളജിയുടെ മെന്റർ ആയിട്ടുള്ള മീന മാം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പ് ടീം ലീഡ് ആയിട്ടുള്ള അർച്ചന മാം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ മെന്റർ ആയിട്ടുള്ള ആതിര മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈക്കോളജിയുടെ മെന്റർ ആയിട്ടുള്ള അക്ഷര മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ വെൽക്കം എവറി ലേൺവൈസ് ടീം മെമ്പേഴ്സ് ഓൾസോ ടു ദ സെഷൻ. ഓവർ ടു അർച്ചന. ഹായ്, താങ്ക് യു സോ മച്ച് ലിൻസി മാം. സോ എല്ലാവരും ജോയിൻഡ് ആണ്, പക്ഷെ കുറച്ച് പേരൊക്കെ മാത്രമേ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നു. നമുക്കിനി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ ആരും ഞാനിവിടെ ഒരു ക്ലാസ് എടുത്ത് നിങ്ങൾ ഇരുന്ന് വെറുതെ കേട്ടിട്ട് പോവല്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പൊ എല്ലാവരും ഒന്ന് കാണണം. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കും. പറ്റുന്നവരൊക്കെ മാക്സിമം ഇപ്പൊ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്രം ഒഴിവാക്കിയിരുന്നാൽ മതി, ബാക്കി എല്ലാവരും ഓൺ ആക്കും. ജസ്ലി ഉണ്ട്, നവിഷ്ന, പിന്നെ ധന്യ, അലക്സ്, ഷബീർ, ജിനേഷ്, അങ്ങനെ എല്ലാരും ഓൺ ആക്കിയിട്ട് പുറത്തു വരും. നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ വെച്ചിട്ട് നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാരും വരും. അശ്വതി ഉണ്ട്, രജിതയുണ്ട്. നിങ്ങൾ എല്ലാരും വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ. ആരും ഓൺ ആക്കുന്നില്ല ഫുള്ളായിട്ട്. കുറെ പേരൊക്കെ ഇപ്പോഴും വീഡിയോ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും എല്ലാരെയും കാണണ്ടേ? ബാച്ച് മേറ്റ്സ് അല്ലേ, നമുക്ക് എല്ലാരെയും കാണണ്ടേ? കുറെ പേരൊക്കെ ഓൺ ആക്കി. സോ പിന്നെ മാം പറഞ്ഞു അല്ലേ, നമ്മൾ കുറെ ആൾക്കാർ ഐ മീൻ ലേൺവൈസിന്റെ ഒരു ടീം മെമ്പേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ പ്രസന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ പേര് അർച്ചന എന്നാണ്. ഞാൻ മെന്റർഷിപ്പ് ടീം ലീഡും കൂടെ ആണ്. സോ ഞാൻ ഇനി നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാനായിട്ട് പോവാണ്. ഞങ്ങളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ മാം കുറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വേറൊരു ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. അതല്ലേ നല്ലത് അല്ലേ? സോ അപ്പൊ എനിക്ക് നിങ്ങളെല്ലാരെയും പരിചയപ്പെടണം, ഇൻഡിവിജ്വലി ഓരോരുത്തരെയും പരിചയപ്പെടണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വോളണ്ടിയർ ചെയ്തിട്ട് തന്നെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുമ്മാ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വീട് എവിടെയാണെന്ന് മാത്രം പറഞ്ഞു പോയാൽ പോരാ. അതിന് പകരം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പറയാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പേര് പറയണമെങ്കിൽ എന്റെ പേര് അർച്ചന എന്നാണ്. അപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് നല്ലൊരു ലിസണിങ് കപ്പാസിറ്റി ഉണ്ട്, ഞാൻ നല്ലൊരു ലിസണർ ആണ് എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അത് എന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? എനിക്ക് തോന്നുന്നു എല്ലാരും ഞാൻ ഇങ്ങനെ പേര് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. എല്ലാവർക്കും പേടിയാണോ? പേടിയാൻ തോന്നുന്നു. വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. ഓവർ ടു ഷബീർ. ഷബീർ അല്ലേ? ഓക്കെ, ഷബീർ പറയൂ ഷബീർ. അതെ, എന്റെ പേര് ഷബീർ എന്നാണ്. ഞാൻ നോർത്ത് പറവൂരിനടുത്ത് മാഞ്ഞാൽ എന്റെ സ്ഥലം.
ഞാൻ ആക്ച്വലി ഈ ലാംഗ്വേജിനെ കുറിച്ചൊരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു ഡിഗ്രി ചെയ്തെങ്കിലും അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ലാംഗ്വേജിനെ കാണുന്നതും പിന്നെ BA സോഷ്യോളജി എന്ന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ അല്ലേ? യെസ്, കേൾക്കാം കേൾക്കാം, Hello? പറഞ്ഞു. ആ, ഒഡിബിൾ ആണ്, കേൾക്കാം ആ, ഷബീർ. അപ്പോ അതെ, എനിക്ക് കോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ബ്രേക്ക് ആയി പോകുന്നത്. ഓക്കെ സോറി. ഓക്കെ. ഞാൻ സോഷ്യോളജി ചൂസ് ചെയ്യാൻ കാരണം സോഷ്യോളജിയെ കുറിച്ച് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞൊന്നും അറിയില്ല. സോഷ്യോളജി അല്ല ഞാൻ ആദ്യം, പക്ഷെ എന്നെ ഒന്ന് രണ്ട് പേര് കമ്പനി ലാംഗ്വേജ് വിളിക്കുമ്പോഴും പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞത് സോഷ്യോളജി എടുത്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിച്ചു വരുമ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു കെമിസ്ട്രി. ഇഷ്ടമില്ല എന്ന് പറയാൻ കാരണം കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറും ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് കെമിസ്ട്രി എനിക്ക് അന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫിസിക്സ് എനിക്ക് അതേപോലെ തന്നെ നല്ല ഹൈ മാർക്കോട് കൂടി ഞാൻ തന്നെ എല്ലാ ക്ലാസ്സിലും പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചർ നന്നായിരുന്നു. അതുപോലെ തന്നെ ലാംഗ്വേജ് നമുക്കും നല്ലൊരു ടീച്ചറാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കെമിസ്ട്രി പോലെ ആവാതെ ഫിസിക്സ് പോലെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ? യെസ്, കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത്രയ്ക്ക. വേറെ എന്താണ്? ഷബീറിന്റെ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പറഞ്ഞിരുന്നോ? ഷബീർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ക്വാളിറ്റി എന്ന് പറയാനുണ്ടോ? എനിക്ക് മനസ്സിലാവില്ല. ക്വാളിറ്റി സംസാരിക്കും. ഞാൻ ഒത്തിരി ആളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നന്നായിട്ട് സംസാരിക്കാറുണ്ട്. അതെ, അതാണ് ഓക്കെ എനിക്കൊരു ഷബീർ. ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള ബോറടിക്കൊന്നും എനിക്കറിയില്ല. ഓക്കെ ഷബീർ, നോ പ്രോബ്ലം. നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് സംസാരിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ നല്ലൊരു ക്വാളിറ്റി അല്ലേ? എല്ലാവർക്കും ഒരേപോലെ നല്ല രീതിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പം നല്ല രീതിക്ക് സംസാരിക്കാൻ പറയുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഷബീർ. അപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? അടുത്തത് ആരാ വോളണ്ടിയർ ചെയ്തത്? ഷബീർ നമ്മളെടുത്ത് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ പോയി. ഇനി അടുത്ത ആള് വരും, പെട്ടെന്ന് വരും. ആരാണെന്ന് നോക്കട്ടെ. ഓൾറെഡി നേരത്തെ വില്ലിംഗ് ആയിരുന്നു. സോ അലക്സ് ആണോ? അതെ, അലക്സ് ഓൾറെഡി നേരത്തെ വന്നിരുന്നു. അലക്സിനെ കാണുന്നില്ലല്ലോ. കണ്ടു. അലക്സ് പറയൂ. അലക്സ് അലക്സ് കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് അലക്സ് വർഗീസ്. ഞാൻ ഇടുക്കി തൊടുപുഴന്ന് വരുന്നു. ഞാനിപ്പം ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ ഒരു കമ്പനിയിൽ. ഹലോ, കേൾക്കാമല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ അലക്സ്. ഓക്കെ. ഞാൻ സോഷ്യോളജി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് +2 പഠിച്ചത്. അപ്പം അന്നേരം തൊട്ട് സോഷ്യോളജിക്കൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്സിനും ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യോളജിക്ക് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ സോഷ്യോളജി എടുക്കാന്ന് വെച്ചത്. പിന്നെ പൊതുവെ സോഷ്യോളജി മറ്റ് സബ്ജക്ട്സിനെക്കാളും കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാനൊക്കെ ആണെങ്കിലും എന്തായാലും. അതുകൊണ്ടൊക്കെയാണ് സോഷ്യോളജി എടുത്തത്. പിന്നെ എന്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും ഒരു സ്മൈലോടെ ഫേസ് ചെയ്യുക എന്നൊരു ഇത് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ബെസ്റ്റ് ക്വാളിറ്റി എന്താ പറഞ്ഞത്? ഞാൻ എനിക്ക് ഇടയ്ക്ക് നെറ്റ്വർക്ക് കട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? എല്ലാത്തിനെയും അതെ, എല്ലാത്തിനെയും ഒരു സ്മൈലോടെ കണ്ട് അക്സെപ്റ്റ് ചെയ്യുക എന്ന രീതിയിലാണ് ഞാൻ അത് കാണുന്നത്. പോസിറ്റീവ് ആണെന്നല്ലേ? ഭയങ്കരമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അത് നല്ല ക്വാളിറ്റിയാണ്. ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയാണ്. എവിടെയും പറയാട്ടോ എന്റെ ബെസ്റ്റ് ക്വാളിറ്റി അതാണെന്ന്. ഒരു പ്രശ്നമില്ല, ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് അലക്സ്. ഇനിയിപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? സോ നെക്സ്റ്റ് ആരാണ്? നിങ്ങൾ എല്ലാവരും ഓരോ ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നോ ഇത് പറയണം എന്നുള്ളത് കേട്ടോ? കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ക്വാളിറ്റി ഒന്നും ഇല്ലേ എന്നൊന്നും പറയരുത്. ക്വാളിറ്റി ഒക്കെ എല്ലാവരും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ നെക്സ്റ്റ് ആരാണ് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മള്? ആരെങ്കിലും പെട്ടെന്ന് വോളണ്ടിയർ ചെയ്യും. ഇവിടെ ലേഡീസിന്റെ ഒരു സ്വാതി വന്നിട്ടുണ്ട്. സ്വാതി, ലേഡീസ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാരും. സ്വാതി പറഞ്ഞോളൂ, കേൾക്കാം. Hi everyone, Hi. good evening. ഗുഡ് ഈവനിങ്. ഹായ്.
എൻ്റെ പേര് സ്വാതി. ഞാന് സ്ഥലം തൃശ്ശൂരാണ്. പിന്നെ എന്തുകൊണ്ട് സോഷ്യോളജി എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 എൻ്റെ ഒരു ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. +2 എൻ്റെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യോളജി. പിന്നെ ഇതിനു മുന്നേ ഞാൻ ഡിഗ്രി BSW ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ആക്ച്വലി 3rd ഇയർ വരെ എത്തി. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോ പിന്നീട് ഞാൻ ലേൺവൈസ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺവൈസിനെ അറിയുന്നതും. പിന്നെ അത് കഴിഞ്ഞ് സോഷ്യോളജി എടുക്കാം, BSW ആയിട്ട് കുറച്ചും കൂടി ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആവും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്റെ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് ഞാൻ നന്നായിട്ട് വായിക്കും, കുറെ അധികം വായിക്കുന്ന ഒരാളാണ്. പിന്നെ Okay. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത്. അത്രയും. Okay. താങ്ക് യു. Okay. Nice to meet you, Swati. Yeah. Thank you. Next ആരാണ് വരിക? നെക്സ്റ്റ് ആരാണ്? നമുക്ക് എനിക്ക് തോന്നുന്നു അർച്ചന ഒരാളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. യെസ്. അടുത്ത ആരാണ്? ആരാ വോളണ്ടിയർ ചെയ്യുന്നേ? പറയൂ. ഞാൻ ഒരാളെ ചൂസ് ചെയ്തല്ലോ. ഓക്കെ ഇത് മുസാഫിർ ദമാം എന്നാണ്. ഇപ്പോ ഡ്യൂട്ടി ടൈമിൽ തന്നെയാണ്. ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ പെട്ടെന്ന് പറയാം. Okay. അപ്പൊ സോഷ്യോളജി ഇപ്പൊ എനിക്ക് എടുക്കാൻ തോന്നിയത് എന്താണ് പറയാ, ഡിഗ്രി ഇല്ല, ഡിപ്ലോമ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ഏകദേശം ഈ ഫീൽഡ് 10-12 വർഷമായി. അപ്പൊ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് സോഷ്യോളജി ഒരു ഈസി സബ്ജക്റ്റും പെട്ടെന്ന് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു വൈഫ്. അപ്പൊ അങ്ങനെ സോഷ്യോളജി എടുത്തു. അൽഹംദുലില്ലാ. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ഈ മീറ്റിംഗിൽ പുതിയ സോഷ്യൽ ഗ്രൂപ്പ് 21 പാർട്ടിസിപ്പൻസിന്റെ കണ്ടു ഞാൻ. അപ്പോ എല്ലാരും ടുഗദർ ഹെൽപ് മീ ടു കംപ്ലീറ്റ് ദിസ് ഡിഗ്രി ഇൻഷാല്ലാ. Yeah, ഓക്കെ. definitely. പിന്നെ വേറെന്താ നിങ്ങൾ എന്താ ചോദിച്ചു? എബിലിറ്റി എന്താണ്? ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എന്താണ്? എന്റെ ജോലി അറിഞ്ഞപ്പോ സൈറ്റ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പൊ എന്തേലും സൈറ്റിലെ ഫാൾട്ടോ മിസ്റ്റേക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് പെട്ടെന്ന് സാധിക്കും. അതൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ ഇത്രയും കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. Okay. Yeah. Thank you so much to meet you. Yeah. Okay, നമുക്ക് ഇനി okay. ഒരു ഗെയിമിലേക്ക് പോവാമെന്ന് തോന്നുന്നു, ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. കുറച്ചുപേരെ പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആവാം അല്ലെ? ഇപ്പൊ എല്ലാവരും റെഡി അല്ലേ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്? ഒരു ചെറിയ ഗെയിമാണ് കേട്ടോ. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും റെഡിയാണോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിട്ട്? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു എസ് അയക്കാമോ? മെസ്സേജ്. യെസ്. ഫാത്തിമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. വെരി ഗുഡ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാം. ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? സോ നമ്മുടെ ഈ ഗെയിമിന്റെ പേര് എന്താണ്? ചോദിച്ചു പോകാന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു വാക്ക് എല്ലാവരും ഫെമിലിയർ ആയിരിക്കുമല്ലോ, ഈ ചോദിച്ചു പോവാന്നുള്ള അല്ലേ? സോ അപ്പൊ നമ്മുടെ ഈ ഗെയിമിനകത്ത് എന്താണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കാം. അപ്പൊ ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ ഗെയിമിൽ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസസും അതേപോലെ തന്നെ കുറച്ച് സ്റ്റാച്യു മോണ്യുമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ. ഇപ്പൊ കേരളത്തിലുള്ളതായിരിക്കും, ചിലപ്പോൾ ഇന്ത്യയിലുള്ളതായിരിക്കും, ചിലപ്പോൾ ഇന്റർനാഷണലി ഉള്ളതായിരിക്കും. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പറയുക. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെന്നില്ല, നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഞങ്ങൾ നോക്കണ്ടാവും കറക്റ്റ് ആയിട്ട് ആരാണ് ആൻസർ ചെയ്യുന്നത് ഫസ്റ്റ് എന്നുള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്ക്രീൻ കാണിക്കാം, ഫസ്റ്റ് സ്ഥലം കാണിക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളാണ്, കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഒന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ആർക്കൊക്കെ ഫെമിലിയർ ആണ്, ആർക്കൊക്കെ അറിയാം ഇത് എവിടെയാണ്? ആൻസർ അറിയുന്നവരൊക്കെ പറയൂ പെട്ടെന്ന്. ആർക്കും അറിയില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഈ ട്രിപ്പ് പോകാത്ത ആൾക്കാരാണ്. ഏത് പാലസ് ആണ്? അതെ, ഒരു പാലസ് ആണ്. ജൂ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷെബിർ. പിന്നെ സിറാജ് പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾക്കാട്ടി. ഓക്കെ. മട്ടാഞ്ചേരി പാലസ്. ഓക്കെ, മട്ടാഞ്ചേരി പാലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കറക്റ്റ് ആൻസർ. എന്താന്ന് നോക്കാം നമുക്ക്.
കണ്ടല്ലോ, മട്ടാഞ്ചേരി പാലസ്. മട്ടാഞ്ചേരി പാലസ് ആണ്. അപ്പൊ ഫെമിലിയർ നമുക്കൊരു അല്ലാത്തവരൊക്കെ ക്ലാപ്പ് കൊടുക്കാം കറക്റ്റ് ആയിട്ട് പറഞ്ഞവർക്ക്. യെസ്, ഫാത്തിമയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞേട്ടോ മട്ടാഞ്ചേരി പാലസ് എന്ന് പറഞ്ഞത്. Yeah. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരെ എല്ലാരും ആൻസർ പറയുന്ന ആളെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പിന്നെ നമുക്ക് ഒരുപാട് ഇമോജീസ് ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാട്ടോ. സോ ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് എവിടെയാണ്? അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? കുറവായിരിക്കും. ഈ തൃശ്ശൂർ പൂരമൊക്കെ കാണുന്ന ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുമല്ലോ. വടക്കുന്നാഥൻ. ഓക്കെ, സ്വാതി പറഞ്ഞു. സിറാജ് പറഞ്ഞു തൃശ്ശൂരാന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വടക്കുന്നാഥൻ ടെമ്പിൾ, വടക്കുന്നാഥൻ. ഓക്കെ, എല്ലാരും വടക്കുന്നാഥനാന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് വടക്കുന്നാഥൻ ടെമ്പിൾ തന്നെയാണോ? ഇതിൽ 4 സൈഡ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ വടക്കുന്നാഥൻ ടെമ്പിൾ തന്നെ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞോട്ടോ. വടക്കുന്നാഥൻ ടെമ്പിൾ തെക്കേ നട. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു 4 സൈഡ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയായിരുന്നു എല്ലാരും അത് ചിന്തിക്കുന്നു. തെക്കേ നട. ഓക്കെ, കറക്റ്റ് ആൻസർ ഉറപ്പാണോ തെക്കേ നടയാണെന്ന് സ്വാതി? നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോയാലോ? സോ വടക്കുനാഥൻ ടെമ്പിൾ ആണ്. അപ്പൊ ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ടു എവരിവൺ. ഇനി അടുത്ത നമ്മുടെ പ്ലേസ് ഏതാന്ന് നോക്കാം. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആരാ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് നോക്കട്ടെ? ചാടിട്ടോ, അത് പെട്ടെന്ന് സ്ലൈഡ് സ്കിപ്പായി. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പാലക്കാട് എന്നൊക്കെ പാലക്കാട് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ബേക്കൽ ഫോർട്ടാണ്, ബേക്കൽ ഫോർട്ടാണ്. സോ നെക്സ്റ്റ് ഇതാർക്കാ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാ? അശ്വതി പറഞ്ഞു. ജിനേഷ് പറഞ്ഞു, അയ്യപ്പദാസ് പറഞ്ഞു, ജഡായുപ്പാറ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഷബീർ പറഞ്ഞു. ഓക്കെ, ജഡായു ആണ്. സോ ജഡായുപ്പാറയാണ് കൊല്ലം ജില്ലയില്. അപ്പൊ കുറെ പേര് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ? തീർച്ചയായിട്ടും. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇടുക്കി ഡാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അലക്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഇടുക്കി ഡാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കി അണക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർച്ച് ഡാം ഇടുക്കി, ഇടുക്കി ഡാം. ഓക്കെ, ഒരുപാട് പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഇൻ കേസ് ആരെങ്കിലും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി നമ്മുടെ സെഷൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവും. പറ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ഡാം. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ഇടുക്കി ഡാം തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രിവൺ. സോ നമുക്ക് അടുത്ത പിക്ചർ നോക്കിയാലോ? ഇപ്പൊ നമ്മൾ കുറച്ചു നേരമായിട്ട് കേരളത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ ഇന്ത്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണുമെന്റ്സും കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ കാണിക്കുന്നുണ്ടാവാ. ഇത് ആരാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്? ഇന്ത്യ ഗേറ്റ് ആണോ? ഇന്ത്യ ഗേറ്റ് ആണോ? ഉറപ്പാണോ? ആരാ പറഞ്ഞ ഇന്ത്യ ഗേറ്റ് എന്ന്? അതിന് മാം ആരാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞേ? ഷബീർ അല്ലേ പറഞ്ഞേ ഇന്ത്യ ഗേറ്റ് ആണ്? ഓക്കെ, ബോംബെ ഗേറ്റ്. ഓക്കെ, നോക്കാം നമുക്ക് ഇന്ത്യ ഗേറ്റ് ആണോ അല്ലെങ്കിൽ അയ്യപ്പദാസിന് ഡൗട്ട് ഉണ്ട് ചാർമിനാർ ആണോ എന്നുള്ളത് അല്ലേ? ചാർമിനാർ എന്ന് ചോദിക്കണ്ട. ചാർമിനാർ ആണോ? മുംബൈ ഗേറ്റ്. മുംബൈ ഗേറ്റ് ആണോ? നമുക്ക് അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്താൽ നോക്കല്ലേ? ചാർമിനാർ അല്ല കേട്ടോ. ഇതേതാണ്? അശ്വതി പറഞ്ഞു, സ്വാതി പറഞ്ഞു. ഓക്കെ, വാരണാസി ആണ് കേട്ടോ പറഞ്ഞു. കുറച്ചു പേരൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. മധുര മീനാക്ഷി. മധുര മീനാക്ഷി ടെമ്പിൾ. സ്വാതിയാണോ പറഞ്ഞത്? സ്വാതി പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പദാസ് പറഞ്ഞിട്ടുണ്ട്.
കറക്റ്റ് എക്സാക്ട് ആൻസർ എന്താണ്? മധുരൈ മീനാക്ഷി ടെമ്പിൾ മധുരൈ തന്നെയാണ്. മീനാക്ഷി ടെമ്പിൾ. സോ നെക്സ്റ്റ് എന്താ നോക്കാം. ഹർഷന മാം, നമുക്ക് ഇനി കുറച്ചും കൂടി ഇവരെ പരിചയപ്പെട്ടിട്ടേ ഇതും കൂടി കഴിഞ്ഞിട്ട് വല്ലഭായ് പട്ടേൽ. ഷുവർ. വല്ലഭായ് പട്ടേൽ. ഇതാരാണ്? ഈ ഒരു വല്ലഭായ് പട്ടേൽ. സ്റ്റാച്യു നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കുമല്ലോ. ഇപ്പൊ വല്ലഭായ് പട്ടേൽ. സ്റ്റാച്യു ആണെന്ന് പറഞ്ഞു. എബ്രാസ് സ്റ്റാച്യു സർദാർ ആണെന്ന് വല്ലഭായ്. പറഞ്ഞു. സ്റ്റാച്യു ആണ്. വല്ലഭായ് പട്ടേൽ. ഷബീർ എന്തോ സർദാർ പറയുന്നത്? വല്ലഭായ് പട്ടേൽ എന്താണ്? സോറി statue. സർദാർ വല്ലഭായ്. സർദാർ ഓക്കെ, വല്ലഭായ്. അത് ആളാണ്. ഇത് സ്ഥലം ഏതാണ്? ഇല്ലെങ്കിൽ ആ സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും ഒരു പേര്. അതെന്താണ്? യുപി. എന്താണ്? ആർക്കും വലിയ ഐഡിയ ഇല്ല. ഗുജറാത്ത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഗുജറാത്തിലെ. ഓ, ഓക്കെ. അപ്പം ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ കാണുന്നുണ്ട്, ടൂറിസ്റ്റ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ചിലതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും, ചിലതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയാൻ കൂടി വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒരു ഗെയിം കളിച്ചതാണ്. സോ ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഒരു ഇൻട്രോഡക്ടറി പാർട്ടിലേക്ക് തന്നെ പോവാം. സോ ഇനി ആരൊക്കെ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്? ആരൊക്കെയല്ല ഇനി പരിചയപ്പെടാനായിട്ട്? നമ്മൾ മുഹമ്മദിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. മുഹമ്മദ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. നിങ്ങൾ ആരും വോളണ്ടിയർ ചെയ്യുന്നില്ല. ഞാൻ ഓരോരുത്തർ വിളിക്കും. മുഹമ്മദൊക്കെ ഗെയിമില് ഭയങ്കരമായിട്ട് നമുക്ക് ചാറ്റിലും ഒക്കെ വന്നിരുന്നു. അതെ. ഈ സോഷ്യോളജിസ്റ്റുകളാണ്, സോ ഭയങ്കര സോഷ്യലായിട്ട് തന്നെ ഇരിക്കണം. വരൂ. ആരാ പരിചയപ്പെടണ്ടേ? പറയൂ. ജസ്ലി ഒക്കെ ഉണ്ടല്ലോ. ജസ്ലിക്കൊക്കെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. പറയൂ ജസ്ലി. ആരും പരിചയപ്പെട്ടില്ലേ? ഞാനിപ്പോ ഓരോ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആർക്കും പരിചയപ്പെടണ്ടേ ബാച്ച്മേറ്റ്സിനെ? പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. പറയൂ. ഞാൻ രതീഷ്, കോഴിക്കോടാണ് വീട്. ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത് പാലക്കാടാണ്. ആദ്യം ബികോം ആയിരുന്നു ചെയ്തത്. അതിലൊരു പേപ്പർ ഉണ്ടായിരുന്നു പെൻഡിങ്. പിന്നെ ഒരു ഡിഗ്രി ഇപ്പൊ ആവശ്യമായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഹിസ്റ്ററി എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഹിസ്റ്ററി എടുത്തത്. പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ പെർഫെക്ഷൻ എല്ലാത്തിനും വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഒരു പരിധിവരെ ചെയ്യാൻ നോക്കാറുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് തീരെ നോക്കാത്തതായിട്ടുള്ള ഒരു ഡ്രോബാക്കും ഉണ്ട്. സസ്പെൻസ് ഇല്ലാന്നല്ലേ? ചെയ്യുന്ന കാര്യം 100% ആണ്. അതെ, ആവാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം എത്തിക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ പിന്നെ തീരെ നോക്കാറില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് രതീഷ്. ഓക്കെ, വെൽക്കം. സോ നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആരെ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നേ? ഞാൻ ഓരോ പേരുകൾ വിളിക്കാനോ? അശ്വതിനെ നമ്മൾ പരിചയപ്പെട്ടോ? പരിചയപ്പെടാം. അശ്വതി പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ട്രിവാൻഡ്രമാണ് വീട്. ഞാൻ ബിടെക് കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. അരിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വർക്കൊക്കെ ആയിട്ട് പിന്നെ എഴുതാനൊന്നും പറ്റിയില്ല. ഇപ്പം സോഷ്യോളജി എടുക്കാൻ ഡിഗ്രി ആവശ്യമാണല്ലോ ഇനിയിപ്പോ എല്ലാ കാര്യത്തിനും, എക്സാമിനായാലും എന്തിനായാലും. അതുകൊണ്ട് ഡിഗ്രി എടുക്കാന്ന് വെച്ചു. മാരീഡ് ആണ്, വിഡൗഡ് ആണ്. ഒരു കുഞ്ഞുണ്ട്, 3.5 വയസ്സായി. ക്വാളിറ്റി മീൻസ് എന്റെ ക്യാരക്ടർ തന്നെയാണ് എന്റെ ക്വാളിറ്റി. കാരണം എന്ന് വെച്ചാല് ഞാന് തളർന്നു പോകാണ്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്റെ ക്വാളിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് അശ്വതി. വെരി ഗുഡ് അശ്വതി. അശ്വതി ഒരു ഇൻസ്പിറേഷനും എല്ലാവർക്കും ഒരു റോൾ മോഡലും കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അശ്വതി. നെക്സ്റ്റ് ആരാണ്? നമുക്ക് പിന്തുണ പരിചയപ്പെട്ടാലോ? ഒളിച്ചിരിക്കുക. അതെ, ഞാൻ കുറെ നേരമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ആള് ചിരിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പറയൂ. ഹായ് എവരിവൺ, എൻ്റെ പേര് പിന്തു എന്നാണ്. ഞാനിവിടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്നാണ് എൻ്റെ വീട്. ചേർത്തല എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. സോ
സോഷ്യോളജി എനിക്ക് +2-വിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു സോഷ്യോളജി. എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്ന വിഷയം കൂടിയാണ്. പിന്നെ സോഷ്യോളജി കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഒരു ഡിഗ്രി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. സോ അതങ്ങനെ ക്യാൻസൽ ആയി പോയി. അതുകൊണ്ടാണ് ഇപ്പൊ സോഷ്യോളജി തന്നെ ഇപ്പൊ സെലക്ട് ചെയ്തൊരു ഡിഗ്രി വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അത് തന്നെ ചൂസ് ചെയ്യാൻ കാരണം അതാണ്. പിന്നെന്താണ് ബെസ്റ്റ് ക്വാളിറ്റി, ഞാൻ കുറെ നേരമായിട്ട് ആലോചിച്ചു, പിടുത്തം കിട്ടുന്നില്ല. അതാണ് എന്നാലും ബെസ്റ്റ് ക്വാളിറ്റി. എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണും. ബെസ്റ്റ് ക്വാളിറ്റി എന്റെ മനസ്സിൽ വന്നത് ഇത് മാത്രമാണ്. എന്നോട് ഫാമിലി മാനാണ്, മീൻസ് അങ്ങനെയല്ല, എന്താണ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ഫാമിലി, യുനോ, അതെനിക്ക് ഭയങ്കരമായിട്ടും ഫാമിലി മാൻ ആണ്. ഐ ലവ് ഇറ്റ്. സോ അതാണ് എന്റെ ബെസ്റ്റ് ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള നിമിഷം. ഓക്കെ വെരി പിന്തു, ഗുഡ്. താങ്ക് യു സോ മച്ച്. നല്ല ക്വാളിറ്റി ആണ് അല്ലേ? അതെ, ഫാമിലി ഒപ്പം ടേക്ക് കെയർ ചെയ്യാന്നൊക്കെ achieve പറയുന്നത് ഭയങ്കര ചെയ്യുന്നുണ്ടല്ലോ. നല്ല ക്വാളിറ്റി അല്ലേ അല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ഇനി ആരെങ്കിലും നമ്മൾ പരിചയപ്പെടാത്തുണ്ടോ? അയ്യപ്പദാസ് എവിടെ? ആള് ചാറ്റിലൊക്കെ വന്ന് കാര്യമായിട്ട് ആൻസർ പറഞ്ഞിട്ട് എവിടെ പോയിരിക്കുക? ആളിവിടെ ഉണ്ടല്ലോ. ആള് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ സമയമായിട്ട്. അതാണ് ഒന്നും സംസാരിക്കാത്തെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. കേൾക്കാമോ ഹായ്, പറയുന്നത്? കേൾക്കാം കേൾക്കാം, കേൾക്കാം. പറഞ്ഞു. എൻ്റെ പേര് അയ്യപ്പദാസ് എന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്, കിളിമാനൂർ അപ്പുറത്ത് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പൊ ഞാൻ സൗദി ദമാമിലാണുള്ളത്. 8 വർഷമായിട്ട് ദമാമിൽ തന്നെയാണ്, സൗദി തന്നെയാണ്. സോഷ്യോളജി എടുക്കാൻ കാരണം ഞാൻ BSc സുവോളജി പത്തനംതിട്ട മർത്തമ കോളേജിൽ 2 വർഷമേ പോയുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഗൾഫിൽ നല്ലൊരു ഓഫർ വന്നതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ഉണ്ടായി, പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. അതിനുശേഷം ഇപ്പൊ കമ്പനിയിൽ ഹയർ പൊസിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പം ഡിഗ്രി അത്യാവശ്യം ആയതുകൊണ്ട് ഡിഗ്രി ചെയ്യാം. അപ്പൊ തന്നെ സോഷ്യോളജി ആണ് അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്നും കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ഷെഡ്യൂളിനും വർക്കിന്റെ ഒക്കെ ഇടയ്ക്ക് കുറച്ച് പഠിക്കാനെ കൊണ്ട് എളുപ്പമുള്ള സബ്ജക്റ്റ് അതായതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. പിന്നെ പോസിറ്റീവ് പറയാനാണെങ്കിൽ മാക്സിമം ഹോണസ്റ്റ് ആണ്, ലോയലാണ്. മാക്സിമം ഹോണസ്റ്റ് ലോയാലിറ്റിയും കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റു പലരിൽ നിന്ന് അഭിപ്രായവും കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു. വർക്കിലാണോ ഇപ്പൊ അയ്യപ്പദാസ്? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? അതെ അതെ, ഇവിടെ 48 അറൗണ്ട് 49 ടെമ്പറേച്ചർ ആണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമ്മളെ സ്റ്റാഫ് വണ്ടി പിക്ക് ചെയ്യാനായിട്ട് വന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വാക്കിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. യാ, എല്ലാവർക്കും അപ്പൊ സൗദി കാണാനുള്ള ഒരു അവസരം കൂടി നമ്മളുടെ അയ്യപ്പദാസ് ഒരുക്കിയിരിക്കുകയാണ്. എവറി വൺ ക്യാൻ സീ സൗദി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ളത് എന്നുള്ളത്. ജസ്റ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിംപ്ലി ഒരു കേരളയുടെ അകത്ത് മാത്രമല്ല നമ്മുടെ ലേണേഴ്സ് ഉള്ളത്, നമുക്ക് അബ്രോഡ് ഒത്തിരി ലേണേഴ്സ് ഉണ്ട്. സോ വെരി ഹാപ്പി ടു സീ അയ്യപ്പദാസ് ഫ്രം സൗദി. ഓവർ ടു യു അർച്ചന. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സിറാജിനെ പരിചയപ്പെട്ടില്ലല്ലോ. സിറാജ് ഒന്നും പറയുന്നില്ലല്ലോ. ഫാത്തിമ പരിചയപ്പെട്ടിരുന്നോ? ഇല്ല, ഫാത്തിമനെ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് ഫാത്തിമ. ഞാന് പാലക്കാട് ജില്ലക്കാരിയാണ്. ഇപ്പൊ നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി സോഷ്യോളജി ആയിരുന്നു. സോഷ്യോളജി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കോളേജിൽ ഒരു ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ 3 കുട്ടികളുണ്ട്. അപ്പൊ 3ാമത്തെ ആളുടെ ഡെലിവറിക്ക് ശേഷം കോളേജിൽ ജോയിൻ ആവാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ പഠനം കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് അവസരം ഒത്തു വന്നത്. അപ്പൊ ഇപ്പോ MS സോഷ്യോളജിക്ക് ജോയിൻ ആയി. പിന്നെ എന്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ വെച്ചാല്, ഞാന് പഠിച്ചിരുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് എന്തൊക്കെ ഹോബീസ് ഉണ്ടായിരുന്നോ അത് എന്റെ ഏത് തിരക്കിലും, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈം ആയിക്കോട്ടെ, പ്രഗ്നൻസി ടൈം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പുറത്തു പോകുന്ന ടൈം ആയിക്കോട്ടെ, എപ്പോഴാണേലും ഞാൻ എന്റെ ഹോബീസ് ഒന്നും മുടക്കാതെ ഞാൻ എല്ലാവർക്കും സമയം കണ്ടെത്തുന്നത് പോലെ എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് എന്നത് തന്നെയാണ് എന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സോഷ്യലി പോയിട്ട് ലേഡീസിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്.
അപ്പൊ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എല്ലാ സദസ്സിലും അവരോട് ചോദിക്കാറുള്ള കേസാണ്, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെ, ഇന്ന് നിങ്ങൾ നിലനിർത്തി കൊണ്ടുവരുന്നത് എന്തൊക്കെ. അവരോട് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടെ പറയാറുള്ളത് ഇത് തന്നെയാണ്. എന്ത് ഗുണം നമുക്കുണ്ടോ, അല്ലെങ്കിൽ എന്തൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നോ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പൊ നമ്മുടെ മക്കൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് സ്വപ്നം കാണുന്നത് പോലെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, നമ്മൾ നമുക്ക് വേണ്ടി സപ്പോർട്ടിന് ഒരു ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഡെയിലി മാറ്റി വെക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതാദ്യം എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഞാൻ എന്നിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി. താങ്ക് യു സോ മച്ച് ഫാത്തിമ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ നേരത്തെ ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും പല പല ഡിഫറൻസ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ ഒത്തിരി ഗ്യാപ്പിന് ശേഷം, കുട്ടികളൊക്കെ ആയതിനു ശേഷം വീണ്ടും ഞാൻ നേരത്തെ ഓറിയന്റേഷന്റെ തീം പറഞ്ഞ പോലെ നമ്മളുടെ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യാന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈഫ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. അപ്പോ എന്തായാലും അത് സാധിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ഓവർകം ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. സോ നെക്സ്റ്റ് നമുക്കൊരു ഗെയിം ആയാലോ ഹർഷന മാം? യെസ് യെസ്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും കുറച്ച് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഗെയിമാണ്. നേരത്തെ വളരെ സിമ്പിൾ ആയിട്ടൊരു ഗെയിം അല്ലേ നമ്മൾ കളിച്ചത്. ഇതിനി എല്ലാവർക്കും കുറച്ചൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. സോ ഇപ്പൊ എല്ലാവരും ഫോൺ ആരെങ്കിലും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാം, നിങ്ങളെ കാണുന്ന രീതിയിൽ. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നടക്കേണ്ടതായിട്ടൊക്കെ വരും. സോ അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. സോ നമ്മളുടെ പേര് പോലെ തന്നെ ഇപ്പൊ മാം ഓൾറെഡി പേര് കാണിച്ചു, ഗ്രാബ് ആൻഡ് റൺ എന്നാണ്. സോ നമുക്ക് അറിയുന്ന പോലെ എന്തോ ഒന്ന് നമ്മൾ ഗ്രാബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ഓടുകയും ചെയ്യണം. നേരത്തെ മാം പറഞ്ഞു നിങ്ങൾ വീഡിയോ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് വേണം, അല്ല ക്യാമറ ഒക്കെ ഫോണൊക്കെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടാവും. ആ ഒരു ഇമേജസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഓടിപ്പോയിട്ട് എന്താണോ സ്ക്രീനിൽ കാണിക്കുന്ന ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്താണോ സ്ക്രീനിൽ കാണിക്കുന്ന ഇമേജ്, ആ ഒബ്ജക്റ്റ് ഓടിപ്പോയിട്ട് നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് വീഡിയോയിൽ കാണിക്കണം. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഓരോ ഇമേജസ് ഇവിടെ സ്ക്രീനിൽ കാണിക്കും, അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഓടിപ്പോയിട്ട് വേഗം തന്നെ ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം ആരാണ് പെട്ടെന്ന് ഈ ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് നോക്കുന്നതെന്നായിരിക്കും നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്? ഗെയിം ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവരും റെഡിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ആരും അയ്യോ എനിക്ക് വയ്യാൻ, എഴുന്നേക്കാൻ, നടക്കാൻ വയ്യ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. എല്ലാവരും ഓടിച്ചാടി പോണം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആതിര മാം, അർച്ചന മാം നോക്കണം ആരാണ് ഏറ്റവും ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് വന്ന് നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് നോക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് ദ ഫസ്റ്റ് സ്ലൈഡ്. ആതിര മാം, ഇത് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ എല്ലാവരും? ഇത് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്? ബുക്കാണ്. വേഗം ഓടിപ്പോയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇന്ന് ഓറിയന്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ മനസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവും ബുക്ക്. ആരൊക്കെ കാണിച്ചു? പിന്റു ഫസ്റ്റില് തന്നെ ബുക്ക് കാണിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇന്ന് ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും, ബുക്കും പേനൊക്കെ ആയിട്ടുള്ള ആൾക്കാര്. ഓക്കെ, വേറെ ആരൊക്കെയാണ് കാണിച്ചത്? പിന്റു കാണിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? കാണുന്നില്ലേ? അശ്വതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അശ്വതി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സാധിക്കത്തില്ല. ഓക്കെ, അയ്യപ്പ ദാസ് ഓക്കെ ഫൈൻ. നമ്മളൊരു എക്സ്ക്യൂസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും നടക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരുന്നുള്ളത്. അർജുൻ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും കാണിച്ചിട്ടുണ്ട്. സോ ക്യാൻ വി ഹാവ് ദ നെക്സ്റ്റ് ഒബ്ജക്റ്റ്? യെസ്. കപ്പ്. എല്ലാവരും വേഗം ഓടിക്കോ, വേഗം ഓടിപ്പോയിട്ട് ഷബീറ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കപ്പ് കിട്ടുവോ? നമ്മൾ ഇരിക്കുന്നിടത്ത് കപ്പ് ഉണ്ടാവോ? എഴുന്നേറ്റ് പോയിട്ടുണ്ട്, ഷബീർ എഴുന്നേറ്റ് പോയിട്ടുണ്ട്, എല്ലാവരും എഴുന്നേറ്റുണ്ട്. ആദ്യം സ്വാതി വേഗം തന്നെ കപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. സ്വാതി എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള കപ്പ് കൂടിയാന്ന് തോന്നുന്നുണ്ട് എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഫാത്തിമ കൊണ്ടുവന്നു. അശ്വതി കൊണ്ടുവന്നിട്ടുണ്ട്. ഷബീറ കിട്ടിയില്ലേ ഒരു കപ്പ്? എഴുന്നേറ്റ് പോയിട്ട് ക്ലാസ്സില്ല, കപ്പില്ല, ഒന്നുമില്ല. ഓക്കെ, സോ ഓക്കെ. അയ്യോ, ഒരാള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്തു പോയിട്ട് ഇതുവരെ തിരിച്ച് എത്തിയിട്ടില്ല. ചെയർ മാത്രമേ. ക്യാപ്പാണെന്നെങ്കിൽ കൊള്ളായിരുന്നു. ക്യാപ്പാണ് എന്റെ ഉണ്ടായിരുന്നു. ഓക്കെ. സോ
കിട്ടിയോ ബിന്ദു? ബിന്ദുവിന് ഫൈനലി യു ഗോട്ട് ഇറ്റ്. എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. അതായത് ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഗ്രാബ് ദാറ്റ് ഹാസ് സംതിങ് ബട്ടൺ. ഡ്രസ് തന്നെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ചിലര്. AC-യുടെ റിമോട്ട്. ഓക്കെ, ഫാത്തിമ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. വീട് ഫുള്ള് നടക്കണ്ടേ തോന്നിട്ട് ബട്ടണില്ല. കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കുന്നില്ല പക്ഷെ. ഫാത്തിമയ്ക്ക് കിട്ടി. ഓക്കെ, സ്വാതി പോയിട്ട് എന്താ ഓടി എടുത്തു പക്ഷെ കാണിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഓക്കെ, സ്വാതിക്ക് ഫൈനലി ഷർട്ടാണ്. ഓക്കെ ഓക്കെ, അർജുൻ റിമോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ റിമോട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അർജുൻ റിമോട്ട് കാണിച്ചിട്ടുണ്ട്. സിറാജ് എന്തോ കാണിച്ചിട്ടുണ്ട്. ജിനീഷും കാണിച്ചിട്ടുണ്ട്. ജിനീഷ് എന്തെങ്കിലും കാണിച്ചില്ല. ഇതിനകത്ത് അയ്യപ്പദാസും മുസാഫിറും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവർ രണ്ടുപേരും, ഒരാള് സ്ട്രീറ്റിലാന്ന് പറഞ്ഞു, ഒരാള് ഇതുപോലെ പെട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. ഓക്കെ, ക്യാൻ വി ഹാവ് ദ നെക്സ്റ്റ് സ്ലൈഡ്? സ്പെക്സ് ആണ് ഇവിടെ. ആരോ സ്പെക്സ് വെച്ച് അശ്വതി ഫാത്തിമ ഫാത്തിമയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് നടക്കുന്നവരെയും പരിഗണിച്ചിട്ടുണ്ട് സെഷനിൽ. കാണിച്ചിട്ടുണ്ട്. രതീഷ് കിട്ടി. മുസാഫിർ ഇപ്പോഴും ഓർമ്മ വന്നു തലയിൽ. ഞാൻ സിറാജ് Okay, can we have the next slide? Okay. Grab something that is made in wood. അതായത് വുഡ് കൊണ്ട്, അത് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം. നിങ്ങളുടെ കയ്യിൽ എടുത്തൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും. അശ്വതി കട്ടിലേലി ഇരിക്കുവാണ്, എന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് അത് ഗ്രാബ് ആദ്യം എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്ന് കസേര കാണിക്കുന്നുണ്ട്. എന്തോ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്തോ കാണിക്കുന്നുണ്ട്. കാർ ബോർഡ്. ഇത് രണ്ടുപേരും പറഞ്ഞു വാങ്ങിയതാ തോന്നുന്നു, സെയിം കടയിൽ. ഓടിപ്പോയിട്ട് ഒരു മരത്തിലങ്ങ് തൊട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ, വുഡായില്ലേ. അശ്വതി ഭയങ്കര ലോജിക്കലി ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എന്റെ തൊട്ട് ബാക്കിൽ കട്ടിലിരിക്കുന്നു. ഓക്കെ, ക്യാൻ വി ഹാവ് ദ നെക്സ്റ്റ് സ്ലൈഡ്? ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അത് എല്ലാവരുടെ അത് കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നേ തോന്നുന്നുണ്ട് ചാർജർ. പിണ്ടു അവിടെ ചാർജ് ചെയ്തിട്ടിട്ടാണ് ഒന്ന് ഗെയിം കളിക്കുന്നത്. എന്തൊരു സന്തോഷം, ചാർജർ കാണിച്ചപ്പോഴത്തേക്കും ഫാത്തിമയ്ക്ക് എത്തിയിട്ടുണ്ട്, സ്വാതിക്ക് എത്തിയിട്ടുണ്ട്. ഷബീർ പോയോ? ആദ്യം കപ്പ് കിട്ടാത്ത വിഷമത്തിൽ സിറാജ് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ. സിറാജ് കാണിക്കുന്നുണ്ട്. അർജുൻ ഓടിപ്പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അലക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ജിനേഷിന് കിട്ടിയോ ചാർജർ? ദിനേഷ് കൊണ്ടുവന്നിട്ടുണ്ട് ചാർജർ. വെരി ഗുഡ്. സോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചാർജർ. ഗ്രാബ് സംതിങ് ദാറ്റ് ഇസ് ഇൻ റെഡ് ഇൻ കളർ. അതായത് റെഡ് ചുമന്ന കളറില് പൗച്ച്. ഓക്കെ, അശ്വതി പില്ലോ ആണോ കാണിക്കുന്നത്? വെൽ പ്ലാൻഡ് ആണ് ഗെയിമിന് വേണ്ടിട്ട്. എല്ലാം ചുറ്റുവട്ടത്ത് കിട്ടും. അയ്യപ്പദാസ് കാണിക്കുന്നുണ്ട് കേട്ടോ, വളരെ ബുദ്ധിപൂർവ്വം അയ്യപ്പദാസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. റൂമിൽ ആരോ ആണ്, റൂംമേറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ ഫീറ്റ് കാണിക്കുന്നുണ്ട് റെഡ് കളർ. രതീഷ് ഒരു റെഡ് ടീഷർട്ട് ആണോ കൊണ്ടുവന്നേ? അല്ല, അതെന്താണ്? ബാഗ് ആണോ? കാണില്ല കറക്റ്റ് ആയിട്ട്. ഒരു ബക്കറ്റ് ഓക്കെ, ടീഷർട്ട് ആണല്ലേ. സിറാജ് അവിടെ സോഫയുടെ മറ്റേ കുഷ്യൻ, ദിവാൻ കോട്ടിലൊക്കെ ഒരു കുഷ്യൻ ഉണ്ട് റെഡ് കളറില്. അലക്സ് റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അലക്സ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അലക്സ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. കണ്ടു. വെരി ഗുഡ്. വേഗം ഓടിക്കൊണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കും അല്ലെ, പെട്ടെന്ന് സ്വാതി, രതീഷ് ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു തോന്നുന്നു. തിരിച്ചു വന്ന് ബോട്ടിൽ കിട്ടിയിട്ടില്ലല്ലോ അവിടെ. അടി കിട്ടുമെന്ന് പേടി, എല്ലാം കൂടി വലിച്ചിട്ടിട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട്. കണ്ടു. യാത്ര ചെയ്യുന്നവരുടെ വാട്ടർ ബോട്ടിൽ അത് കയ്യിലുണ്ട്. റിംഗ് മൊബൈൽ, അത് ആരാണ് പേര്? ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് പേര് പറയാവോ?
ഷെമീമ. ഷെമീമ. Okay, okay, okay. Yeah, ഷെമീമയുടെ കണ്ടു. Yeah, okay. So can we have the next slide? Okay, sketch pens. അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. കുട്ടീസുള്ളവരൊക്കെ വേഗം കുട്ടികളുള്ളവരുടെ വീട്ടില് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. കുട്ടികൾക്കുള്ളവരാണെങ്കിൽ കിട്ടും. നടക്കുന്ന സ്കെച്ച് വഴിയിലൊക്കെ മാർക്കർ സ്കെച്ചില്ല, പേന ഉണ്ടെങ്കിൽ മതിയോ? തീരെ പിന്നെ കാണിക്കാൻ നോട്ട്സ് ഒക്കെ പറ്റില്ല. എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. എവിടെ ആർക്ക് കിട്ടിയില്ല? മാർക്കർ ആദ്യം മൊത്തത്തില് ഓടി കിടന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നുമില്ല. മുസാഫിർ എന്നിട്ട് കാണിച്ചിട്ടോ? ഷബീർ മുസാഫിർ ഒരു കളർ ഓക്കെ ഫൈനലി യു ഗോട്ട് ഇറ്റ് സംതിങ്. ഷബീർ കൊണ്ടുവന്നു, 2 കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഷബീർ കൊണ്ടുവന്നു. ആൻഡ് ബ്ലൂ. യെസ്, മാർക്കർ കൺഗ്രാറ്റ്സ്. കൊണ്ടുവന്നു. വെരി ഗുഡ്. സോ ഫാത്തിമയ്ക്ക് ബേബി എന്തോ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, കളർ ചോക്കോ പെന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. അതെ 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 കുട്ടിയൊക്കെ വന്നിട്ട് കളിക്കുന്നുണ്ട് സാധനമൊക്കെ. ഓക്കെ വെരി ഗുഡ്. മുഹമ്മദ് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ് മുഹമ്മദ്. കണ്ടു. ഓക്കെ, ഗ്രാബ് സംതിങ് ദാറ്റ് ഇസ് ഷാർപ്പ്. അതായത് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സാധനം. ഓടിക്കോ കിച്ചണിലോട്ട്. വളരെ സൂക്ഷിച്ച് ഓടിയിട്ടാണെങ്കിലും അവിടെ ചെന്ന് സൂക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് എടുത്തിട്ട് വരുമ്പോ സ്വാതി കത്രിക കാണിച്ചു. എന്താണ് പിഞ്ചു കാണിച്ചിട്ടുള്ള ഒബ്ജക്ട്? കീ ആണ്. ഓക്കെ 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 ഓക്കെ. യാ സ്വാതി പെൻസിൽ കാണിച്ചിട്ടുണ്ട്. കട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഷബീർ അപ്പൊ കട്ട് ചെയ്യാനുള്ള റെഡി മൈൻഡിലാണ് സിസേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സിസേഴ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. രതീഷ് സിസേഴ്സ് കാണിച്ചിട്ടുണ്ട്. സിറാജിന്റെ കയ്യിലുണ്ട്. സിറാജ് കാണിച്ചിട്ടുണ്ട്. നൈഫ് കാണിച്ചിട്ടുണ്ട്. സിറാജ് സോഫയിൽ ഒരുപാട് ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ യാ അല്ല സോഫയിൽ ഞാൻ പോയി എടുത്തുന്നതാ. ഓക്കെ സോഫയിലെല്ലാവരും എടുത്തിട്ട് വന്നതാണെന്ന്. ഓക്കെ, ഇത് ഹെഡ്സെറ്റ്. ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണിക്കാൻ പറ്റും. യാ എയർപോർട്സ് കാണിക്കുന്നുണ്ട്, ഹെഡ്സെറ്റ് കാണിക്കുന്നുണ്ട്. യാ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. രതീഷ് കാണിച്ചിട്ടുണ്ട്. സ്വാതി ഇത് ഇല്ലാന്ന് തപ്പാൻ പോയിട്ട് കാര്യമില്ല. സോയ ഇരിക്കുക. ഓക്കെ, കിട്ടിയോ? മുഹമ്മദിന് കിട്ടിയോ? യാ മുഹമ്മദിന് കിട്ടിയ. യാ ഓക്കെ ഓക്കെ. കുട്ടിയാണോ മുഹമ്മദിന്? കുട്ടിയാണോ കൊണ്ടു തന്നത് ചാർജർ? അല്ല ഹെഡ്സെറ്റ്. കയ്യിലുണ്ട്. Grab something that's bag ആണ്. ഷബീർ കാണിച്ചിട്ടുണ്ട്. ഫാത്തിമ കാണിച്ചിട്ടുണ്ട്. മുസാഫിർ കാണിച്ചിട്ടുണ്ട്. യാ ബാഗ് കാണിക്കുന്നുണ്ട്. ജിനീഷ് കാണിക്കുന്നുണ്ട്. അയ്യപ്പദാസ് കാണിക്കുന്നുണ്ട്. സ്വാതി ബാഗ് ഇല്ലാത്ത വീടാണോ? ബാഗ് കാണുന്നില്ല. ബെഡ്റൂം വരെ പോണ ഹാൻഡ് ബാഗ് കിട്ടണമെങ്കിൽ അപ്പൊ ഞാൻ സാംസങ് SM അതാരാണെന്ന് അറിയില്ല. മുഹമ്മദ് കാണിച്ചിട്ടുണ്ട്. അലക്സ് ബാഗ് കിട്ടിയില്ലേ? അലക്സ് ആദ്യം കാണിച്ചു. ആണോ കാണിച്ചു? ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ സോറി. ശരി. ഓക്കെ, ഗ്രാബ് സംതിങ് ദാറ്റ് ഇസ് സോഫ്റ്റ്. അതായത് നല്ല മിനുസമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് അതെന്താണ്? പാവക്കുട്ടി. ഡോൾ. ഒരു ടെഡി ബെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാത്തിമയുടെ കുട്ടീനെ വിടൂ, കൊച്ചിനെ ഇറക്കി വിടൂ. സോഫ്റ്റ് ആയിട്ടുള്ള സാധനം വേഗം ഓടിപ്പോയി എടുത്തിട്ട് വരാൻ പറയൂ. ടോയ്സിനൊക്കെ വല്ല പാവക്കുട്ടിയോ ടെഡി. വളരെ സോഫ്റ്റ് ആയിട്ട് മുഹമ്മദ് കൊണ്ടുവന്നൊരു സാധനമുണ്ട്. ഇവൻ സോഫ്റ്റ് ആണ്. അയ്യോ സാംസങ് ആരാ ജോയിൻ ചെയ്തിട്ടില്ല? അവർ അൺമ്യൂട്ട് ചെയ്യാവോ? പേരെന്താണ്? അത് നല്ലൊരു മുന്നേറ്റമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. സിറാജ് കാണിച്ചിട്ടുള്ളത് എന്താണ്? വളരെ സോഫ്റ്റ് ആയിരുന്നു. നവിഷാന കാണിച്ചിട്ടുണ്ട്. ഡോളിനെ, നല്ല ക്യൂട്ട് ഡോളിനെ കാണിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ കാണിച്ചിരുന്നതാണ് എടുക്കണേ. ബേബീസ് ഒക്കെ ബഹളം തുടങ്ങിയ. അത് രതീഷ് എന്താ കാണിച്ചിരിക്കുന്നത്? ഡോളാണോ? പോലത്തെ ഡോളാ. അല്ലേ അത്? പിക്കാച്ചുനെ കാണിച്ചിരിക്കുന്നു. കണ്ടു. പിക്കാച്ചു. അടുത്തത്. ഓക്കെ യാ നെക്സ്റ്റ് വൺ ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് ഓടിപ്പോയി എടുത്തിട്ട് വരും. ഓക്കെ, സീറ്റിൽ നിന്ന് കറങ്ങിയാൽ കിട്ടില്ല. എഴുന്നേറ്റ് വീഴ്ക്കൂ. യാ ഫാത്തിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലാങ്കറ്റ്. മുഹമ്മദ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ കിട്ടിയിട്ടുണ്ട്. ദിനേശ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ Then പിന്റു ബ്ലാങ്കറ്റ് കിട്ടിയില്ല? നോ ബ്ലാങ്കറ്റ്? ഓക്കെ 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 അത് നല്ല അതില് മഞ്ഞാണല്ലോ പൂക്കളൊക്കെ ഉള്ളതായിരുന്നു, നല്ലായിരുന്നു. ഓക്കെ. ഷബീർ പോയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല അവർക്ക്. അതിന് ഇവിടെ നിങ്ങൾ ബ്ലാങ്കറ്റ് ഇല്ല. തരില്ലേന്ന്. ഓക്കെ കിട്ടിയോ ഇത് ബ്ലാങ്കറ്റ് ഇത് ഷബീർ? ബ്ലാങ്കറ്റ് ആണോ ഇത് ടവലാണോ? ബ്ലാങ്കറ്റ് ഇത് ഇല്ല, ടവലല്ലേ? ടവലാണ്. ടവൽ. അല്ല ഇത് ടവലല്ലേ, ബ്ലാങ്കറ്റ് അല്ലല്ലോ. ടൗലില്ല ഒന്നുമില്ല. എന്തായാലും ടവലാണ്. ഓക്കെ എന്തായാലും ടവലോ ബ്ലാങ്കറ്റോ എന്തായാലും നിങ്ങൾ അശ്വതി എന്തെങ്കിലും അശ്വതി നേരത്തെ കുളിച്ചിട്ട് തോർത്ത് എവിടെ ഉണ്ടെന്ന് നോക്കൂ. അശ്വതി നോക്കണ്ടേ എവിടെയുണ്ട് ഇത് എല്ലാ ആൾക്ക് കിടക്കണത്? കയ്യിൽ നിന്ന് കിട്ടിയേ. സോ അപ്പൊ ഇതും അങ്ങനെ ഇങ്ങനെ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിലോ എന്നൊരു സെർച്ചിങ്ങായിരുന്നു. അതെ. So നമുക്ക് I think so we can wind up this game with this last one. So ഈ കാണിക്കുന്ന ഒബ്ജക്റ്റ് ഗ്ലാസ് വിത്ത് വാട്ടർ എല്ലാവരും ഓടുക. നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടാൻ ഗ്ലാസ് വേണം, ബോട്ടിൽ കാണിക്കരുത്. അതെ Sorry. ഫാത്തിമ ഓക്കെ കാണിച്ചിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസും വെള്ളവും കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അസിസ്റ്റന്റിനെ അവിടെ കുട്ടി ആരെങ്കിലും ഹെൽപ്പ് വിട്ടിട്ടുണ്ട്. ചെയ്യാനുണ്ടോ മുഹമ്മദിനെ? എനിക്കൊരു സംശയമുണ്ട്. ഇരിക്കുന്നവിടത്തുനിന്ന് എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. സ്വാതി Yeah. ദിനേശ് കൊണ്ടുവന്നിട്ടുണ്ട്. Yeah. പിന്നെ രതീഷ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്റു ആലോചിക്കുകയാണ് ഗ്ലാസും വെള്ളവും. പിന്റു ആരോടോ ഓർഡർ ചെയ്യാണ് ഗ്ലാസും വെള്ളവും ഇരിക്കാൻ. പക്ഷെ ആരും ഇപ്പൊ നമുക്ക് കൊണ്ടുതരാനില്ല. അതുകൊണ്ട് Then താഴെ വേറൊരാൾ അർജുൻ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്, വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. Then ഇനി ആരാണ്? ഇനി ആരെങ്കിലും നമ്മൾ മിസ് ആയിട്ടുണ്ടോ? എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഓൾമോസ്റ്റ്. ഗെയിം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാരും പോയവരെല്ലാവരും തിരിച്ചു വരൂ. പോയവരെല്ലാവരും തിരിച്ചു വരേണ്ടതാണ്. യെസ് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് എടുക്കാൻ പോയ എല്ലാവരും തിരിച്ച് നിങ്ങളുടെ സീറ്റിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. കഴിഞ്ഞു, വെള്ളം ക്ലാസ്സിൽ എത്തി. എല്ലാവരുടെയും തിരിച്ചു വരൂ. കുറെ പേര് മിസ്സിംഗ് ആണ്, കുറെ പേരെ കാണാനില്ല. ഓക്കെ ഇപ്പൊ എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും വെള്ളം കുടിച്ചോളൂ. കൊണ്ടുവന്ന വെള്ളം എല്ലാരും. നമ്മള് ലാസ്റ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. ഇനി പരിചയപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇനി ആരാണ് പരിചയപ്പെടാത്തുള്ളത്? പരിചയപ്പെട്ടില്ല. നവിഷ്ണ. ഓവർ ടു നവിഷ്ണ. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. മുഹമ്മദ്. ഓക്കെ നവിഷ്ണ പരിചയപ്പെടാം. നമുക്ക് ആദ്യം നവിഷ്ണനെ പരിചയപ്പെടാം, എന്നിട്ട് മുഹമ്മദിലേക്ക് വരാം. ഓക്കെ. എന്റെ പേര് നവിഷ്ണ, വീട് കാലിക്കറ്റ് ആണ്. പിന്നെ ഡിഗ്രി ഞാൻ സോഷ്യോളജി ആയിരുന്നു, അതിനോട് ഞാൻ ഇപ്പോ PG സോഷ്യോളജി ചൂസ് ചെയ്തത്. പിന്നെ പിന്നെ ക്വാളിറ്റി പറഞ്ഞാല് ഞാൻ ഫ്രണ്ട്ലി ആണ്, വേഗം എല്ലാവരും ഫ്രണ്ട്ലി ആവും. പിന്നെ എന്താ പറയാ, ഫാമിലിക്കാണെങ്കിലും കുറച്ച് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഇതൊക്കെ തന്നെ. ഹലോ, കേൾക്കാം. നെക്സ്റ്റ് മുഹമ്മദ്, ഓവർ ടു യു. മുഹമ്മദ് എവിടെ? എന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ വടകര. ഇപ്പം ജോലി ചെയ്യുന്നത് ദുബായിലാണ്. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പ്രൊമോഷനൊക്കെ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യാണ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു മുഹമ്മദ്. സോ നെക്സ്റ്റ് ഇനി ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? പെട്ടെന്ന് പരിചയപ്പെടാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. ഇനി ആരെങ്കിലും വോളണ്ടിയർ ചെയ്തിട്ട് ഇനി കുറച്ചുപേരുടെ പേര് ഡിവൈസ് നെയിംസ് കാണുന്ന എല്ലാരും പരിചയപ്പെട്ടോ? എന്റെ പേര് അർജുൻ ആണ്. പറയൂ. എന്റെ പേര് അർജുൻ. ഓക്കെ അർജുൻ പറയൂ. എവിടെയാണ് സ്ഥലം അർജുന്റെ? വാളത്തുങ്കൽ, കൊല്ലം. ഓക്കെ, കൊല്ലം. ഓക്കെ, എന്താണ് ഒരു ക്വാളിറ്റി, നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കാണുന്നത്? പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻസ്, വെരി ഗുഡ് തിങ്. ഓക്കെ, താങ്ക് യു അർജുൻ. പിന്നെ വേറെ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുത്താം. നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുത്താന്നുള്ളത്.
ഇനി ആരെങ്കിലും ലിയ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ലിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ലിയ. ഓക്കെ, യാ. സോ ഈ ഷമീമയാണോ പറഞ്ഞത്? എന്തായിരുന്നു നേരത്തെ റിംഗ് ദ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആള്? പരിചയപ്പെടുത്താമോ? എന്റെ പേര് ഷമീമ. എന്റെ വീട് വളാഞ്ചേരിയാണ് എന്റെ വീട്. പിന്നെ ഞാൻ സോഷ്യോളജി എടുക്കാൻ കാരണം എന്താ പറയാ, എനിക്ക് ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യോളജിയാണ്. അപ്പൊ അങ്ങനെ എടുത്തതാണ് സോഷ്യോളജി. പഠിക്കാൻ സിമ്പിൾ ആയതുകൊണ്ട് എടുത്തതാണ്. 4 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് കൊമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് സോഷ്യോളജി എടുത്തതാണ്. Okay, yeah, thank you so much. Yeah. So Archana ma'am, are we planning for any other activity? നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെഷന്റെ ഒരു എൻഡിങ്ങിലേക്ക് വരാം. സോ ആതിര മാം, യെസ്, ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരു BGM നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ടാവും. അത് ഏത് മൂവിയിലത്തേതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏത് പാട്ടാന്നല്ല പറയണ്ടേ, ഏത് മൂവി ആണെന്നാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മ്യൂസിക് പ്ലീസ്. സോ നമ്മുടെ ഗെയിമിന്റെ പേര് അംബാനെ ശ്രദ്ധിക്കണ്ടേന്നാണ്. സോ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോറി, ഇതൊരു ട്രയൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് 20-ാം നൂറ്റാണ്ടാണ്. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. അല്ല, അതല്ലായിരുന്നു. അതാ മ്യൂസിക് ആണ്, സിനിമ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോ നോക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതന്നെ ശ്രദ്ധിക്കണ്ടേ. ഇപ്പൊ വന്നു അല്ലല്ല. നമുക്ക് അടുത്ത ബീജം കേട്ട് നോക്കാം. എല്ലാരും പറഞ്ഞല്ലോ, എന്തോ പറഞ്ഞു. ഏതാണ്? 20-ാം നൂറ്റാണ്ട്. യെസ്, 20-ാം നൂറ്റാണ്ടായിരുന്നു കേട്ടോ അത്. ഓക്കെ, അടുത്ത നോക്കാം. ആണോ? ഉറപ്പാണോ? മീശമാധവനാണ്. സോ നെക്സ്റ്റ് അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിനേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് നോക്കാം. മിന്നാരം. ഓക്കെ, കൺഫേമാണ്. നമുക്ക് നോക്കാം അല്ലേ? യെസ്, മിന്നാരം. അടുത്തേക്ക് പോവാം. യെസ് യെസ്. കിൽക്കമാണ്. രണ്ടുപേരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. കിൽക്കം ഇതൊക്കെ ഭയങ്കര നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള BGMs ആണല്ലേ? അതെ. അടുത്തേക്ക് പോവാം. മണിച്ചിത്രത്താഴ് ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. സ്വാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പേര് പറഞ്ഞു കേട്ടോ. അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്
ഏതാണ്? KGF. KGF. അർജുൻ ഉറപ്പാണ്? പറഞ്ഞു, അർജുൻ. കാന്താരി അല്ലേ? KGF ഇല്ല. റോക്കി ബായുടെ കട്ട ഫാനാണ് അശ്വതി. ഉറപ്പാണ് KGF ആണ് KGF. അല്ലേ? KGF. വട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ 1 ഉം 2 ഒക്കെ ഇരുന്ന് കണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഡയലോഗ് ഒക്കെ പറയോ? Okay. Then next, please. ഇല്ല. സേതുരാമയ്യർ CBI. സേതുരാമയ്യർ CBI. ആണോ? ആണ്. സേതുരാമയ്യർ. ചേച്ചി കേട്ടോ? ചേച്ചി വേണ്ട. സേതുരാമയ്യറാണ്? സേതുരാമയ്യർ. ഉറപ്പാണ്? സേതുരാമയ്യർ CBI. എത്ര ഓപ്ഷൻ ഉണ്ടോ? സേതുരാമയ്യർ CBI. ഉറപ്പാണ് കേട്ടോ. ആർക്കും വേറെ സജഷൻ ഇല്ല? ആർക്കെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല എല്ലാരും ഒരേപോലെ അംഗീകരിക്കുന്നു. പോലെയാണ്. ഓക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഇത് സേതുരാമയ്യർ CBI അല്ല. CBI ഡയറക്ടർ. ഇതിൽ ഏറ്റവും നല്ല കമ്മീഷണറില് ഞാനൊരു ഒക്കെ പ്രതീക്ഷിച്ച്. സാറിലെ നമുക്ക് അടുത്തേക്ക് പിടിക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഒരു ബീജം കൂടി കേൾപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഏതാണ്? നവിഷ്ണ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ അഡാർലവ് അല്ല. അതിൽ കേട്ടിട്ടില്ലേ നിങ്ങള്? അറിയില്ല. ഇല്ല. ഓക്കെ. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും തന്നെയാണ്. ഓക്കെ. സോ എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സോ അപ്പൊ നമ്മള് 1-2 ഗെയിംസ് ഒക്കെ കളിച്ചു. നമ്മൾ ഇനി ഏകദേശം നമ്മുടെ ഈ ഒരു സെഷന്റെ എൻഡിങ് പാർട്ടിലോട്ട് വരാണ്. അപ്പൊ നിങ്ങൾക്ക് ഗെയിമുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റി, ബാച്ച് മേറ്റ്സിനെ കാണാനൊക്കെ പറ്റി, പിന്നെ ഞങ്ങളെയും കാണാൻ പറ്റി അല്ലെ, കുറച്ച് മെന്റേഴ്സിനെ ഒക്കെ കാണാൻ വേണ്ടി പറ്റി. സോ ഇനിയുള്ള ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല തോന്നുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ എന്നെ ശരിയാണ്, മാം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ പേര് ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നതെങ്കിലും സോ സോറി. എന്റെ പേര് ലിൻസി എന്നാണ്. ഞാൻ നമ്മുടെ ലേൺവൈസിന്റെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആണ്. സോ നിങ്ങളെ എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള സെഷൻസിൽ ഞാൻ വരുന്നുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓറിയന്റേഷന്റെ പാർട്ടിൽ തന്നെ. അപ്പൊ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. സോ വെരി ഹാപ്പി ടു സീ യു ഓൾ. കാരണം എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും കുറെ സ്റ്റുഡൻസിനൊക്കെ ലേണേഴ്സിനൊക്കെ ഒരു സ്ക്രീനിൽ കാണാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. സോ താങ്ക് യു സോ മച്ച്. ഇനിയുള്ള സെഷൻസിൽ നമുക്ക് കാണാം. ഇനി അടുത്ത വരുന്ന ഓറിയന്റേഷൻ സെഷൻസിൽ ഞാൻ വരുന്നുണ്ടാവും കാണാൻ. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. താങ്ക് യു സോ മച്ച് ടു എവറി ലേണേഴ്സ് ഹു ഹാവ് ജോയിൻഡ് us with us today. സോ ബിഫോർ വൈൻഡിങ് അപ്പ് ദി സെഷൻ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ഓറിയന്റേഷൻ സെഷൻസിന്റെയും പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്കൊരു 10 സെഷൻസ് ആണുള്ളത്. ഈ 10 സെഷൻസിന്റെ നമ്മൾക്ക് ഓരോ ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി തരുന്നുണ്ടോ. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള മെന്ററിന് ആ ആക്ടിവിറ്റി ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെഷൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ അഡ്വൈസിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ഒക്കെ ആണെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഇന്ന സപ്പോർട്ട്സ് ഒക്കെ കിട്ടും എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഹൗ മച്ച് വി ക്യാൻ സപ്പോർട്ട്. ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും, നമ്മുടെ ഒരു ഗൂഗിൾ മീറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സൂം മീറ്റിംഗിലാണെങ്കിൽ പോലും നമ്മൾക്കറിയാം ഇത്ര ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു, ഇത്ര ഇന്ററാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒന്നിനും ഒരു ലിമിറ്റ്സ് ഇല്ല. നമ്മൾ ഇത് ചെയ്യണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ് ടു ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷൻസിലും നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കുക. നമ്മളുടെ കറക്റ്റ് ലിങ്കിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷൻസിനും വെരി ഇമ്പോർട്ടന്റ് സെഷൻസുകളാണ് നമുക്ക് വരുന്ന ഓരോ സെഷൻസുകളും. നമ്മളുടെ ഇഗ്നോയുടെ സെഷൻ ആണെങ്കിലും ലേൺവൈസിന്റെ പ്ലാറ്റ്ഫോം സെഷൻസുകളാണെങ്കിലും ഓരോ സെഷൻസുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ സെഷൻസിലും നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ മെന്ററിന് അതിനുശേഷം അയച്ചു കൊടുക്കുന്ന
നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസിന്റെ ബേസിസിൽ നിങ്ങൾ നമ്മളൊരു ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഓറിയന്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും ബാച്ച് വൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് എല്ലാ സെഷൻസുകളും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി അയച്ചു കൊടുക്കുക. ഫൈനൽ ഡേയിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ബാച്ച് ആരാണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. സോ ഓവർ ടു അർച്ചന, യു കെൻ ഷെയർ ദ ആക്ഷൻ ടാസ്ക്. സോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ സേ ഹലോ ടു എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. സോ ഇതിന്റെ ആക്ഷൻ ടാസ്ക് ഇപ്പൊ നമ്മളിന്ന് കുറെ ഗെയിമുകൾ കളിച്ചു, എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാച്ച്മേറ്റ്സിന്റെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോ നിങ്ങളുടെ മെന്ററിന് കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് സ്റ്റുഡന്റിന് നിങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും അതേപോലെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് കൂടിയാണ് കേട്ടോ ഇന്നത്തെ. സോ ദ വെൽക്കം മീറ്റ് ആണ്. ദെൻ ഇതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത്, ഹോബീസ്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മെന്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ ഒരു ഫയൽ അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് തിരിച്ചയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാ ആക്ഷൻ ടാസ്കുകളും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് ഇതാണ്. അപ്പൊ നിങ്ങളെ ഒരു ബേസിക് ആയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മെന്ററിനും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. സോ അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് ഗെയിം ഒക്കെ കളിച്ച് ഒരുമിച്ചുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് പേരെങ്കിലും നമ്മുടെ ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആയി, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ഫീൽ, എന്തൊക്കെയുള്ളത് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നല്ല സെക്ഷൻ ആയിരുന്നു, യൂസ്ഫുൾ ആയി, ബോറടിക്കാതെ തന്നെ നല്ല രീതിയിൽ ഇതിന്റെ ഓരോന്നും കൺട്രോൾ ചെയ്തത് മുതൽ എല്ലാം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എന്ന് പറയാലോ, ഗെയിംസ് ആയാലും ഒക്കെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരിലേക്കും എത്തി എന്ന് എനിക്ക് തോന്നി. നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാത്തിമ. ഇനി ആരാണ് വോളണ്ടിയർ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നാണ് നമുക്ക് അറിയേണ്ടത്. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഞാൻ രതീഷ്. പറയൂ രതീഷ്. എനിക്ക് എന്താ പറയുന്നത്, നമ്മള് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു ഫീലാണ് കിട്ടിയത്. ശരിക്കും എന്താ പറയുന്നത്, നമ്മളൊരു ക്ലാസ് മുറിയിലേക്ക് തിരിച്ചു പോയൊരു ഫീല്, നല്ലൊരു ഹാപ്പിനെസ് കിട്ടി, നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്ന ഫീല് കിട്ടി ഓൾമോസ്റ്റ് പറയാലോ. അപ്പം പിന്നെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. ഇപ്പോഴാണ് ഒരു എന്താ പറയുന്നത്, ഒരു ആക്ച്വൽ ക്ലാസ്സിന്റെ ഫീൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് രതീഷ്. അപ്പൊ നമ്മൾ ആ ഒരു നൊസ്റ്റാൾജിയ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങളും ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് പറയുന്നത്? സ്വാതി പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ ലേൺ വൈസിന് വളരെയധികം നന്ദി, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന്. ആൻഡ് പിന്നെ ഞാനിതിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, എങ്ങനെയാണ് ഏതാണെന്ന്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അത്രയും കംഫർട്ടാക്കി എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, മെന്റേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി, തിരിച്ചൊരു കോളേജ് ലൈഫിലേക്ക് വന്ന ഒരു ഫീൽ ഉണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സ്വാതി. നെക്സ്റ്റ് ആരാണ്? നമ്മുടെ അയ്യപ്പദാസ് നേരത്തെ നടന്നു തുടങ്ങിയപ്പോ അവിടെ പകൽ സമയമായിരുന്നു, ഇപ്പൊ അവിടെ രാത്രിയായിരുന്നു തോന്നുന്നു. എവിടെ ആളെ കാണാനില്ലല്ലോ. ഓക്കെ, കണ്ടു. സോ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ആരെങ്കിലും പറയുന്നുണ്ടോ? വളരെ നന്നായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന്. എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ കോണ്ടാക്ട് ചെയ്ത സംഗീത എന്ന് പറയുന്ന ഒരു ലേഡി, ഷി വാസ് സോ ഹെൽപ്ഫുൾ. എല്ലാം പക്ക ക്ലിയർ ആയിട്ട് തന്നെ എനിക്ക് ഇൻഫോം ചെയ്തു തന്നു. സോ ഞാൻ ഈ ഒരു സെഷൻ ഇല്ലായിരുന്നെങ്കിൽ കൂടി സ്റ്റിൽ ഐ വിൽ ബി ഹാവിംഗ് മോർ ഡൗട്ട്സ്. ബട്ട് എന്താ പറയണ്ടേ, പക്കായിട്ട് തന്നെ ഇപ്പൊ മെന്റൽ സൈഡിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉള്ളത് വളരെ യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ വേറൊരു ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ഫീൽ ആണ്, അടിപൊളിയാണ്. സോ ഓൾ ഗുഡ്.
ഓക്കെ, താങ്ക് യു ബിന്ദു, താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സെഷനിലൂടെ നിങ്ങളുടെ ബാക്കി ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദെൻ ഇനി ആരെങ്കിലും വോളണ്ടിയർ ചെയ്ത് പറയുന്നുണ്ടോ? അശ്വതി പറയൂ. നമ്മളെല്ലാരും പരിചയപ്പെട്ടു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ, പറഞ്ഞോളൂ. ഇല്ല, എനിക്കും എനിക്ക് തോന്നുന്നു കോളേജ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 10 years കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഫീല് തിരിച്ചു കിട്ടാന്ന് പറയണത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. പിന്നെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് മെന്റർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ എന്തെങ്കിലും ക്ലിയർ ആവൂ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരിക്കോ, അവര് പറഞ്ഞിരുന്നത് നമുക്ക് മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത്രയും ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൂളായിട്ട് നമുക്ക് എന്തും ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയില്ലാണ്ട് ഇത്രയും പേരായാലും ഇപ്പം എന്റെ അതേ സ്റ്റേജിൽ ചിലപ്പം പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം എന്റെ അതേ സ്റ്റേജാണ് ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഡൗട്ട് വേണ്ട, എവിടെയും നമ്മൾ താന്നുന്നോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്നുള്ള ഒരു ക്ലാരിറ്റി ആയി ഈ ഒരു ഇന്ററാക്ഷൻ കൊണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ആരെയും വിളിക്കുന്നില്ല, നിങ്ങളായിട്ട് വോളണ്ടിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് നമ്മളോട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇനി ആരെങ്കിലും ഇല്ലേ? ആരും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആക്റ്റീവ് ആയിരുന്നു. ഷെബീറിനൊന്നും പറയാനില്ല. ഫുൾ ഗെയിംസിലാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആള് ഫസ്റ്റ്ലി വന്നതാണ്. ഷബീർ മീറ്റിംഗിലില്ല തോന്നുന്നുണ്ട്, ലീവ് ചെയ്തു ആള്. സോ അപ്പൊ വേറെ അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇമ്പാക്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സോ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേട്ടതിൽ സന്തോഷം. ഇനിയുള്ള എല്ലാ സെഷനുകളിലും വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നേരത്തെ മാം പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എൻറ്റയർ സെഷനുകളിൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ്, അതൊക്കെ അച്ചീവ് ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടുകൂടി എല്ലാത്തിനും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ, ബൈ.